ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് എൻ്റെ വല്യമ്മാൻ്റെ വീട്ടിലൊരു ചെറിയൊരു വിരുന്നുണ്ട്. അപ്പോൾ വിരുന്ന് കൂടിയിട്ട് വരാം. അപ്പോൾ നമുക്ക് അവിടുത്തെ ബാക്കി വിശേഷങ്ങൾ കാണാം. അതിൻ്റെ മോളുണ്ട്, അവളൊക്കെ കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കേട്ടോ പോവാ. അപ്പോൾ ഞങ്ങൾ പോവാണ്. നമ്മൾ ഇന്ന് വല്യമ്മാൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഒരു അടിപൊളി വൈബാണ്. ഒരു ഫാമിലി എല്ലാവരും ഒത്തുകൂടുമ്പോഴുള്ള എൻജോയ്മെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നതാണ്. കയറിയപ്പോൾ തന്നെ മാമിയും മാമാൻ്റെ മോനും കൂടെ ഒരു ഫോൺ നോട്ടാണ് അല്ലേ. ഇത് മാമാൻ്റെ മോന് ലൈവല്ലല്ലോ ചോദിക്കാൻ, കമൻറ്റ് വരുമ്പോൾ പറയാം. അതെ, വല്യമാനെ കണ്ട് ചായ കുടിച്ചു. മാമാൻ്റെ മോനെ എനിക്ക് കുറച്ച് ട്രോഫി ഉണ്ടായി കാണിച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞിട്ടും പഠിച്ചിട്ടും കിട്ടിയതാണ്. ഇതാണ്, ഇതൊക്കെ നിനക്ക് കിട്ടിയതാണ്. അതെ, അതൊക്കെ നിനക്ക് കിട്ടിയാണ് അല്ലേ. എന്തിനൊക്കെ കിട്ടിയാണ്? എവിടെ ഇപ്പൊ പഠിക്കുന്നത്? എവിടെ പഠിക്കുന്നു ഇപ്പൊ? അതെ, സീനിയറിന്റെ ആണ്. അപ്പൊ എനിക്കുള്ള അഭിപ്രായങ്ങളൊന്നുമില്ല. ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. എന്താണ് സ്പെഷ്യൽ അമ്മ? ഇന്ന് ചിക്കൻ ചുക്ക, നെയ്ച്ചോറ്, ചിക്കൻ കറി. ഇന്ന് അതെല്ലാം ഉണ്ട്. ബാക്കിയുള്ളവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ചുക്കയാണത്. മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് തൈരും കൂടി നന്നായിട്ട് കുഴയ്ക്കുക. അപ്പോൾ ഹൈ ഫ്രണ്ട്സ്, എൻ്റെ എളാമാൻ്റെ 2 മക്കൾ വന്നിട്ടുണ്ട്. എൻ്റെ എളാമ എത്തിയിട്ടില്ല. എളാമ വിത്തിൻ സോൺ എത്തുന്നതായിരിക്കും. അപ്പോൾ അവർ മുഖമൊന്നും കാണിക്കില്ല. അവർക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. എന്തൊക്കെ ബിരിയാണി അല്ലേ ഫ്ലോപ്പ് ആയത്. എന്താണ് പറയൂ റൈനീഷ്. അങ്ങനെ പിന്നെ എൻ്റെ നാത്തൂൻ വന്നു, എൻ്റെ എളാമ വന്നു, അങ്ങനെ എല്ലാവരും വന്ന് ഫില്ലായി ഫാമിലിയിൽ. ഇവർ വന്നപ്പോൾ ഒരു അടിപൊളി വൈബ് തന്നെ ആയിരുന്നു. അങ്ങനെ അവരെല്ലാം വന്ന് നല്ലൊരു സന്തോഷമായിരുന്നു. ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ വന്ന് എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. ഇങ്ങനെ കഴിക്കാനൊരു സന്തോഷം വേണമല്ലേ. എല്ലാവരും കൂടി ചേർന്ന് വട്ട വളഞ്ഞിരുന്ന് അതിലെല്ലാവരും കൂടി ചേർന്ന് ഫുഡ് കഴിക്കുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ. അത് നമുക്ക് എവിടെ ഒറ്റയ്ക്ക് കഴിച്ചാലും 2 പേര് കഴിച്ചാലും കിട്ടൂല അല്ലേ. അതാണ് ഒരു കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒന്ന് ചേരുമ്പോഴുള്ള ഒരു സന്തോഷം. അങ്ങനെ എല്ലാവരും യാത്ര പോവാണ്. വിരുന്നൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ എല്ലാവരും പോവാൻ നിൽക്കുകയാണ്. എല്ലാവരും പോകുന്ന സമയത്ത് ഒരേ ഒരു വിഷമം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും നേരം ഒരുമിച്ച് കൂടിയില്ലേ. എൻ്റെ ചെറിയ ആളാമ്മക്ക് ഭയങ്കര ഫീലിംഗ് ആണ്. എന്താ പറയാല്ലേ, എന്താണ് ലൈഫ്. ഒന്നിച്ചു കൂടുമ്പോഴുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. എൻ്റെ വല്യമ്മയും എൻ്റെ 2 എളാമാരും 2 മാമാരും അവരുടെ മക്കളും അങ്ങനെ എല്ലാവരും കൂടി ചേരുമ്പോഴൊരു സന്തോഷം നമുക്കൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവരും യാത്ര പറയുകയാണ്. ഇൻഷാ അല്ലാഹ് കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരായിട്ട് എല്ലാവരും അവരവൻ്റെ വീട്ടിലോട്ട് പോകുന്ന തിരക്കിലാണ്. ഈ മൊമെൻ്റ് മാത്രം ഭയങ്കര വിഷമമാണ്. വരുമ്പോഴുള്ള സന്തോഷം അത് പിന്നെ പോകുമ്പോൾ എന്ന് പറയുമ്പോൾ എന്താ പറയുക, അത് ഭയങ്കര ഫീൽ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിലോട്ട് പോവുകയാണ്. ആർക്കും യാത്ര പറഞ്ഞിട്ട് പോകാനൊട്ടും ഇഷ്ടമല്ല. പക്ഷേ എങ്കിലും എല്ലാവരും പോയി. എന്തായാലും അടുത്തൊരു കൂടിക്കാഴ്ചയിൽ ഇനി വീണ്ടും നല്ല നല്ല വീഡിയോവുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.